ഇപ്പോൾ ഗൈസ് നിങ്ങൾ ലോകത്തെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു കുറച്ച് വൈറലായ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചാനലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സീക്രട്ട് ടോക്സ് വ്ലോഗ് എന്നൊരു വ്ലോഗിങ് ചാനൽ നമുക്കുണ്ട്. നിങ്ങൾ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സീക്രട്ട് ടോക്സ് എന്നൊരു 2 ചാനൽ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ്, എന്തിനാണ് പല യൂട്യൂബേഴ്സും 2 യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നതെന്ന്. ചില യൂട്യൂബേഴ്സിന് 3-4 ചാനലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ്, ഇതിൽ വലിയ രഹസ്യവുമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയുകയാണ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ ചാനൽ തുടങ്ങിയത് ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ച് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയാൽ ഞാൻ സ്വാഭാവികമായും ആലോചിക്കും, എനിക്കെന്ത് യൂട്യൂബിൽ നിന്ന് മറ്റൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നും കൂടെ പണം സമ്പാദിക്കാൻ എന്തുകൊണ്ട് പറ്റിക്കൂടെന്ന് എടുത്തിട്ട് ഞാൻ രണ്ടാമതൊരു ചാനലിൽ തുടങ്ങിയിട്ടും അതിൽ നിന്നും കൂടെ പണം സമ്പാദിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ചാനലിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയാൽ മറ്റു ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി മറ്റൊരു ചാനലോട് തുടങ്ങും. ഇങ്ങനെ 2 ചാനൽ തുടങ്ങുന്നവരുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങി 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, വളരെ പ്രയാസപ്പെട്ട് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കി. ആ സബ്സ്ക്രൈബേഴ്സ് ആക്കി ഒരു ദിവസം നോക്കി കഴിയുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ഏതൊരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി. നമ്മളെന്ത് ചെയ്യും? അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു, നമ്മുടെ ചാനലിൽ എന്തെങ്കിലും അറിയാതെ സംഭവിച്ചു പോയി, അപ്പോൾ നമ്മുടെ ചാനൽ യൂട്യൂബ് എടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ വെറുതെ എടുത്ത് കളഞ്ഞു. കാരണം യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഏത് ചാനൽ വേണമെങ്കിലും എപ്പോഴും എടുത്ത് കളയാനുള്ള ഒരു സ്വാതന്ത്ര്യം യൂട്യൂബിലുണ്ടല്ലോ. കാരണം യൂട്യൂബാണ് നമ്മൾ നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ യൂട്യൂബ് നമ്മുടെ ചാനൽ എന്ത് ചെയ്തു, വെറുതെ എടുത്ത് കളഞ്ഞു. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് അത് വളർത്തിക്കൊണ്ട് വരും. അത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു ചാനലിലോട്ട് തുടങ്ങുക. ഒരു ചാനൽ തുടങ്ങിയിടുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും മറ്റൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ മെയിൻ ചാനലിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പറയാം, നിങ്ങൾ എൻ്റെ സെക്കൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറയാം. എൻ്റെ ചാനലിൽ പോലെ തന്നെ നമുക്ക് സീക്രട്ട് ടോക്സ് വ്ലോഗും സീക്രട്ട് ടോക്സും ഇല്ല, അതേപോലെ തന്നെ 2 ചാനൽ തുടങ്ങി വെക്കുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആയവർക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 2 ചാനൽ തുടങ്ങി വെച്ചാൽ ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ചാനലിലൂടെ വളർന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരു ചാനൽ മാത്രമാണെങ്കിൽ പിന്നെ ഒരു പുതിയ ചാനൽ തുടങ്ങി വളർന്നെത്തണമെങ്കിൽ കുറച്ച് പണിയാണ്. 2 ചാനലുണ്ടെങ്കിൽ ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ചാനലിൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് പല പ്രമുഖ യൂട്യൂബേഴ്സും, ചില യൂട്യൂബേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, 2 ചാനലുണ്ടാവും, പക്ഷേ ഒരു ചാനൽ മാത്രമായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവുക. മറ്റേ ചാനൽ എന്ത് ചെയ്യും, വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചാനലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാനൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയ യൂട്യൂബേഴ്സ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 2 ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, യൂട്യൂബേഴ്സായി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ.